നിലമ്പൂരിന്റെ അവസാന ലാപ്പിനെ കുറിച്ച് കുറച്ച് വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് പോകാം എന്ന് കരുതുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിയോ ഒക്കെ ക്ലിയർ ആണോ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞു. ആരാണ് നിലമ്പൂരിന്റെ അടുത്ത അധിപൻ എന്നതിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നതിനെ സംബന്ധിച്ച് വരുന്ന നിയമസഭാ പോരാട്ടത്തിന് തൊട്ടു മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് റിസൾട്ട് എന്നറിയാനാണ്. അഷ്റഫ് റിപ്പോർട്ട് ഉണ്ട്. ഓക്കെ, അപ്പോ എന്താണ് നിങ്ങളുടെയൊക്കെ കൂടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് പങ്കുവച്ചാൽ നമുക്ക് അതിനെ സംബന്ധിച്ചു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ലോറൻസ് ബിനോയ് കക്കനട്ടിൽ, രാജൻ പള്ളിത്തടം, രാജൻ KC, മാലിക് കക്കട്രി തുടങ്ങി പലരുടെയും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഓഡിയോ ഉണ്ട് എന്ന് എല്ലാവരും അറിയിക്കുന്നുണ്ട്. അപ്പോ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ കൊട്ടിക്കലാശം കൊട്ടിയിറങ്ങുന്നത് നമ്മൾ കണ്ടു. ആവേശം അലതല്ലി. ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം 4 പതിറ്റാണ്ടിന് ശേഷം അവിടെ സ്വന്തം ചിഹ്നത്തിൽ ഇറക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുന്നതിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയും ഹൈ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു അട്ടിമറി സാധ്യത അവിടെ രൂപീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന കാര്യം സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നിലമ്പൂർ മണ്ഡലം, ആ മണ്ഡലം ഒരിക്കലും ഒരു ഇടതുപക്ഷ ചായ്വ് കാണിച്ചിട്ടുള്ള മണ്ഡലമല്ല. ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാത്രം ആ മണ്ഡലം ഇടതുപക്ഷ ചായ്വ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നു എന്നതിനപ്പുറം ഒരു രൂപീകൃത കാലഘട്ടം തൊട്ട് തന്നെ മലയോര മേഖലയിലെയും ഒപ്പം വയനാട് പ്രദേശത്തുള്ളവരുടെ കോൺഗ്രസ് മനോഭാവമുള്ള ഒരു പ്രദേശമാണ്. ആ ഒരു ഒറ്റ ധൈര്യത്തിലാണ് ആദ്യഘട്ടം തൊട്ട് അവിടെ ഞങ്ങൾ വിജയിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വരാജ് വന്നു, കാര്യങ്ങൾക്ക് വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ സന്ദർഭങ്ങളിലെല്ലാം സതീശൻ ജയിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരിടത്തും എത്ര വോട്ടിന് ജയിക്കുമെന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങൾ ഒരു മെജോറിറ്റി, അതായത് സാധാരണഗതിയിൽ ഇവർ ഗീർവാണമായിട്ടൊക്കെ പറയുന്ന പല വാചകങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ സതീശനുണ്ടായിരിക്കുന്ന ആത്മവിശ്വാസക്കുറവ് അത് ചില്ലറയൊന്നുമല്ല. കാര്യം ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഇന്നത്തെ കൊട്ടിക്കലാശത്തിന് തന്നെ ഇടതുപക്ഷത്തിന്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അവിടെ ഒഴുകിയെത്തിയ ആ ജനസഞ്ചയവും അവിടെ ചുവന്ന തെരുവാക്കി മാറ്റിയ ആ ആൾക്കൂട്ടവും നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നിലമ്പൂരിൽ ഇടതുപക്ഷം അങ്ങ് ഇല്ലാതായി പോയിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇല്ല എന്നൊക്കെ ആരെങ്കിലുമൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കോട്ട കൊത്തളത്തിലും ഇത്രയും കാലം വിജയിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും അവിടെ സ്വതന്ത്രനെ ഉപയോഗിച്ച് വിജയിച്ചിരുന്ന മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ വേരോട്ടം എത്രമാത്രം സുശക്തമാണെന്ന് ഇന്നത്തെ ആ ഒരു കൊട്ടിക്കലാശം മാത്രം കണ്ടാൽ മതി. എന്തൊരു ആവേശമായിരുന്നു. ആ കോരിച്ചൊരിയുന്ന മഴയത്തും ഇത്രയും മനുഷ്യർ അവിടെ ചുവന്ന കൊടി തട്ടി സ്വരാജിന് പിന്നിൽ അണിനിരന്നിട്ടുണ്ടെങ്കിൽ ആ മണ്ഡലത്തിൽ ഇടതുപക്ഷം ഒരു താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു പ്രതിഭാസമായിട്ട് ഒരു ചെറിയ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ വിജയിച്ചാലും വരും കാലങ്ങളിൽ അതിശക്തമായിട്ട് ആ മണ്ഡലം ഇടതു കോട്ടയായി പോകാനുള്ള അല്ലെങ്കിൽ മാറാനുള്ള സാധ്യതയുണ്ടെന്ന് വളരെ കൃത്യമായി തെളിയിക്കുകയാണ്. പിന്നെ അട്ടിമറിയുടെ കാര്യം അതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ ലൈവിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി, അതിൽ നിലമ്പൂർ ഉൾപ്പെടെയുള്ള നിലമ്പൂരും 3 പഞ്ചായത്തുകളും, അത് പോത്തുകല്ലായിക്കോട്ടെ, പോത്തുകല്ലും അമരമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ വലിയ സ്വാധീനം ലീഗന്മാർക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ ഈ അമരമ്പലം പഞ്ചായത്തിൽ ഉൾപ്പെടെ അവർക്കുണ്ടായിരിക്കുന്ന സ്വാധീനം, അല്ലെങ്കിൽ വഴിക്കടവ് പഞ്ചായത്തിൽ ലീഗിനും കോൺഗ്രസിനും ഉണ്ടായിരിക്കുന്ന സ്വാധീനം, ഇതെല്ലാം വെച്ചിട്ടാണ് അവർ ഒരു ക്രിസ്റ്റൽ മെജോറിറ്റി ഉണ്ടാകുമെന്ന് അവിടെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 9 വർഷമായിട്ട് അവിടെ ജനപ്രതിനിധിയായിട്ടുണ്ടായിരുന്ന PV അൻവർ ഒരു നിർണായക ഫാക്ടറാണ്. കാര്യം നമ്മൾക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ എഴുതിത്തള്ളാൻ പറ്റാത്ത രീതിയിലേക്ക് PV അൻവർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ 9 വർഷമായി ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് എത്ര വോട്ട് പിടിക്കാൻ കഴിയുമോ അതാണ് ജയപരാജയങ്ങൾക്ക് മൂല കാരണമായി മാറാൻ പോകുന്നത്. കാര്യം എങ്ങനെ PV അൻവർ വോട്ട് പിടിക്കുന്നുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. കാര്യം ഇപ്പോ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഭാവിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവിടെ രാഷ്ട്രീയമായി ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാത്ത വ്യക്തിയായി മാറിയിട്ടുണ്ടെങ്കിലും
ഒരു പക്ഷേ കുറെ കാലമായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിന്റെ സഹതാപവും സെന്റിമെന്റ്സും രാഷ്ട്രീയ ഭാവി അസ്തമിക്കാൻ പോകുന്നു എന്ന നിലയിലൊക്കെ സഹതാപം പറഞ്ഞ് അദ്ദേഹം എത്ര വോട്ട് നേടാൻ പോകുന്നു അതിന് ഒരു വലിയ നിർണായക ഫാക്ടർ ഉണ്ട്. അതാണ് അവിടുത്തെ അട്ടിമറിക്ക് സാധ്യത ഒരുങ്ങാൻ പോകുന്നത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. പലകുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയം അത് തുറന്നു കാട്ടിയിട്ടുണ്ട്. അതിനെപ്പോഴും ഉണ്ടാകുന്ന ഒരു UDF ചായ്വ്. അത് PV അൻവർ നേരത്തെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിന്നപ്പോൾ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ നിന്ന് ആ കാലഘട്ടത്തിൽ നേടാൻ കഴിഞ്ഞത് 6000 വോട്ടാണ്. 37,000 വോട്ട് മാത്രമാണ് വയനാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, അതായത് നിലമ്പൂർ ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്ന് ഒരു കാലത്ത് അൻവറിന് അവിടെ സ്വതന്ത്രനായി മത്സരിച്ച സന്ദർഭത്തിൽ പോലും നേടാനായത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അന്ന് 6000 വോട്ട് നേടിയിട്ടുള്ള വ്യക്തി